നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. സോഷ്യലിസ്റ്റ് പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്നേഹ സൗഹൃദ സംഗമവും ഇഫ്താർ വിരുന്നും മേപ്പയൂരിൽ സംഘടിപ്പിച്ചു. ആർജെഡി ജില്ലാ പ്രസിഡന്റ് എം കെ ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. സൈഫുള്ള മദനി റംസാൻ സന്ദേശം നൽകി. മതത്തിനും ജാതിക്കും രാഷ്ട്രീയത്തിനും വർണ്ണഭേദങ്ങൾക്കുമപ്പുറം മനുഷ്യന്റെ ഉദാത്തമായ സ്നേഹബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്ന കൂട്ടായ്മകളാണ് പുതിയ കാലത്ത് ഉയർന്നു വരേണ്ടതെന്ന് ആർജെഡി ജില്ലാ പ്രസിഡന്റ് എം കെ ഭാസ്കരൻ പറഞ്ഞു. സോഷ്യലിസ്റ്റ് പഠന കേന്ദ്രം മേപ്പയൂരിൽ സംഘടിപ്പിച്ച സ്നേഹ സൗഹൃദ സംഗമവും ഇഫ്താർ വിരുന്നും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അന്നാണ് സമാധാനവും ശാന്തിയും നമുക്കുണ്ടാകും. എത്രമാത്രം സമ്പാദിച്ചാൽ ആ സമ്പത്ത് കൊണ്ട് പ്രയോജനമില്ലാത്തൊരു സമയം വരും. അപ്പോഴാണ് നമ്മൾ ദൈവത്തെ കുറിച്ച് ആലോചിക്കുന്നത്. നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയത് ആർത്തിപൂർവ്വ മനുഷ്യൻ ഒരു രാജ്യത്തെ കടന്നു ചെന്ന് ഈ രാജ്യത്തിന്റെ തലമുറയെ കൊല്ലും എന്ന് ഉദ്ഘോഷിക്കുന്ന, അതിനുവേണ്ടി ആഹ്വാനം ചെയ്യുന്ന, തന്റെ കയ്യിലുള്ള ആയുധങ്ങൾ വെച്ചുകൊണ്ട് യാതൊരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പരിശുദ്ധ മാസത്തിൽ നമ്മളിന്ന് സംസാരിക്കുന്നത്. നബി തിരുമേനിയുടെ വചനം മനസ്സിന്റെ നിറവാണ് ഐശ്വര്യം എന്നുള്ളത്, സമാധാനം എന്നുള്ളത്. നമുക്കിപ്പോൾ ആർത്തിയാണ്. ഇറാഖിന്റെ തലവനെ സദ്ദാം ഹുസൈനെ കൊന്നത് മറ്റാരുമാണ്? സാമ്രാജ്യത്വത്തിന്റെ തലവനാണ്. ഇപ്പൊ ഇറാനിൽ കടന്നു ചെന്ന് കൂട്ടക്കൊലി നടത്തുക, യുദ്ധമെന്ന് അറിഞ്ഞുകൂടാത്ത എന്താണ് മനുഷ്യനെന്ന് പോലും അറിഞ്ഞുകൂടാത്ത പാവപ്പെട്ട പെൺകുഞ്ഞുങ്ങളെ കൂട്ടക്കൊലി നടത്തി എല്ലാം വെട്ടിപ്പിടിക്കാൻ ശ്രമിക്കുന്ന ഈ സമയത്ത് ഇതൊന്നും എന്റെ ജീവിതമെന്ന് പഠിപ്പിക്കുന്നതാണ് ഈ പ്രധാനപ്പെട്ട മാസം. പഠനകേന്ദ്രം ചെയർമാൻ സുനിൽ ഓടയിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സൈഫുള്ള മദനി റംസാൻ സന്ദേശം നൽകി. ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെ മനസ്സിലുണ്ട്. നോവുന്ന മനുഷ്യനെ സ്വാതന്ത്ര്യമേകാത്ത ഏത് മതമാവട്ടെ, പ്രത്യയശാസ്ത്രമാവട്ടെ, എന്ത് പാർട്ടിയാവട്ടെ, ആരുമാവട്ടെ, അതിനെ സ്നേഹിക്കാൻ ഒരു മനുഷ്യ സ്നേഹിക്ക് സാധിക്കുകയില്ല. ദൈവം മനുഷ്യനോട് ചോദിച്ചു, ഞാൻ രോഗിയായി കിടക്കുകയായിരുന്നു, നീ എന്തേ എന്നെ സാന്ത്വനിപ്പിക്കാൻ വന്നില്ല? മനുഷ്യന്റെ തിരിച്ചുള്ള ചോദ്യം, ദൈവമേ, നീ രോഗിയാവുകയോ, നീ എന്നെ പരിഹസിക്കുക? കാരണം ഈ കാണുന്ന മനുഷ്യന്മാർ മുഴുവനും അവരുടെ രോഗശമനത്തിനും രോഗശാന്തിക്കും വേണ്ടി നിന്നോട് തേടിക്കൊണ്ടിരിക്കുമ്പോൾ നിനക്ക് തന്നെ രോഗമാണ്. ദൈവത്തിന്റെ മറുപടി, എനിക്ക് ഞാൻ രോഗിയായി എന്ന് പറഞ്ഞാൽ നിന്റെ അയൽപക്കത്തൊരു പാവപ്പെട്ട മനുഷ്യൻ രോഗിയായി കിടന്നിരുന്നു. അയാളെ സന്ദർശിക്കാനോ, അയാളെ സ്വാന്തനിപ്പിക്കാനോ, അയാളുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുക്കാനോ, അയാളുടെ വേദനയിൽ പങ്കുചേരാനോ നിനക്ക് സാധിച്ചില്ല. അതുകൊണ്ടാണ് എൻ കെ വത്സൻ, കെ ലോഹിയ, പി മോനിഷ, ജയൻ പ്രേംഭാസിൻ, ഭാസ്കരൻ കൊഴുക്കല്ലൂർ, നിഷാദ് പൊന്നങ്ങണ്ടി, സി സുജിത്ത്, പി സി നിഷാകുമാരി, കെ ടി രതീഷ്, ബിജു സി, പി സി സതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. അഷ്റഫ് വള്ളോട്ട് സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ഒ എം രാധാകൃഷ്ണൻ നന്ദി പറഞ്ഞു. നിരവധി പേർ നോമ്പുതുറയിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.